ചില സ്ത്രീകളൊക്കെ വിളിച്ചിട്ട് ചോദിക്കും, ഉസ്താദേ എന്റെ ഭർത്താവിന് എന്നോട് സ്നേഹം ഉണ്ടാകാൻ ഞാൻ എന്താണ് ഓതേണ്ടത്? ചില ഭർത്താക്കന്മാർ ചോദിക്കും, ഉസ്താദേ എന്റെ ഭാര്യക്ക് എന്നോട് സ്നേഹം ഉണ്ടാകണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ എന്താ ഓതേണ്ടത്? ഏത് ദിക്റാ ചൊല്ലേണ്ടത്? ഏത് ദിക്റാ ചൊല്ലേണ്ടത്? സുബ്ഹാനല്ലാഹ്, ദിക്ർ ചൊല്ലണം, അത് വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അതിനേക്കാളൊക്കെ വളരെ പ്രധാനം നിങ്ങൾ രണ്ടു പേരും പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകണം. എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവിന്റെ മഹത്വം മനസ്സിലാക്കണം, ഭർത്താവ് ഭാര്യയുടെ മഹത്വം മനസ്സിലാക്കണം. അപ്പോ ഭാര്യ ഭർത്തൃ ജീവിതം, കുടുംബ ജീവിതം സന്തോഷകരമാകാൻ ഏറ്റവും നല്ല വഴി എന്താണെന്നറിയോ? പരസ്പരം മഹത്വം മനസ്സിലാക്കണം. ഭാര്യയുടെ മഹത്വം ഭർത്താവ് മനസ്സിലാക്കണം, ഭർത്താവിന്റെ മഹത്വം ഭാര്യ മനസ്സിലാക്കണം. സംശയം ഉണ്ടാകാൻ പാടില്ല. ഇത് വീട്ടിൽ വന്ന ഉടനെ ആദ്യം. അതുകൊണ്ടാണ് ഭാര്യയുടെ മൊബൈലിലും പാസ്വേഡ് ഉണ്ട്, ഭർത്താവിന്റെ മൊബൈലിലും പാസ്വേഡ് ഉണ്ട്. എന്താ കാരണം? ഭാര്യക്കൊരു വാശിയുണ്ട്, ഭർത്താവിന്റെ മൊബൈൽ നോക്കാൻ പാടില്ല. ഭർത്താവിനുണ്ട്, ഭാര്യന്റെ മൊബൈൽ നോക്കാൻ പാടില്ല, എന്റെ മൊബൈൽ നോക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ മൊബൈൽ ആര് തുറന്നു നോക്കിയാലും കാണാൻ പറ്റിയതാകണം. അങ്ങനെ ആകണമെങ്കിൽ എന്താ ചെയ്യണമെന്നറിയോ? ഉള്ള കുടുംബത്തിന്റെ മൊത്തം ഫോട്ടോ കൊണ്ടുവന്നിട്ട് മൊബൈൽ വെക്കാൻ പാടില്ല.